ഇത് ശരിക്കും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒരു രോഗമാണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അതൊരു രോഗമല്ല, അതൊരു മനോഭാവമാണ്. മറ്റുള്ളവരെക്കാൾ താൻ പിന്നിലാണ് എന്നൊരു തോന്നൽ, ആ അവസ്ഥയെക്കുറിച്ചാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് ആൾക്കാർ പറയുന്നത്. അത് മനസ്സിന് വല്ലാത്ത അസ്വാസ്ഥ്യം ഉണ്ടാക്കും, സമ്മർദ്ദം ഉണ്ടാക്കും. ശരിക്കും നന്നായി പറഞ്ഞാൽ രണ്ട് വ്യക്തികളെ തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യാൻ പാടില്ല. എനിക്ക് വേറെ ആളോട് താരതമ്യം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. എൻ്റെ അയലത്ത് ചിലപ്പം എന്നെക്കാളും വലിയ വിദ്യാഭ്യാസം ഉള്ളവരുമൊക്കെ തന്നെ ഉണ്ടാകും. പക്ഷെ അവരോട് നമ്മളെ താരതമ്യപ്പെടുത്തരുത്. കാരണം നമുക്ക് നമ്മുടേതായ ചില ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും, അവർക്ക് അവരുടെ ചില ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും. അപ്പോൾ താരതമ്യത്തിന് രണ്ട് വ്യക്തികൾ തമ്മിൽ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ കമ്പാരിസൺ നടത്തി ഒരു ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ഉണ്ടാക്കുന്നതിന് ഒരു ബേസില്ല. അപകർഷതാബോധത്തെ നേരിടാൻ നമുക്ക് സ്വന്തം ശക്തികളെയും ദൗർബല്യങ്ങളെയും അംഗീകരിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. യഥാർത്ഥത്തിൽ ഈ ആത്മവിശ്വാസമില്ലാത്തതിൻ്റെ ഒരു കലയാണ് ശരിക്കും ഈ അപകർഷതാബോധം എന്ന് പറയുന്നത്. മറ്റൊരാളെക്കാളും ഞാൻ താഴ്ന്നവനാണ്, അവൻ്റെ അത്രയും കഴിവ് എനിക്കില്ല, ഈ അസൂയയും കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉരുത്തിരിയുന്നത് പലപ്പോഴും ഈ ബോധത്തിൽ നിന്നാണ്. അപ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മാറ്റിവെക്കുക. നിങ്ങൾ ഈ മണ്ണിൽ ജനിച്ചത്, നിങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, ചില അവതാര ഗുണങ്ങളുണ്ട്. മാത്രമല്ല നിങ്ങളൊരു വ്യത്യസ്തനായ മനുഷ്യനാണ്. നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്താൽ ആരുടെ മുന്നിലും എത്താൻ കഴിയുമെന്നുള്ള സുപ്പീരിയോറിറ്റി കോംപ്ലക്സും വേണ്ടോ, ഒരു ചിന്തയിൽ ജീവിക്കുക. അപകർഷതാബോധം തുടച്ചു മാറ്റുക. മനസ്സിൻ്റെ മൂലയ്ക്ക് പോലും അത് വേണ്ട, അത് വലിച്ചെറിയുക.